അശ്രദ്ധയ്ക്ക് ഇൻഷുറൻസ് ഇല്ല. അലക്ഷ്യമായി വാഹനമോടിച്ച് അപകടത്തിൽ മരിച്ചാൽ ഇൻഷുറൻസ് തുക നൽകാൻ കമ്പനിക്ക് ബാധ്യതയില്ലെന്ന് സുപ്രീം കോടതി. പണി കിട്ടി. ഈ വാർത്ത കേട്ടപ്പോൾ മിക്കവാറും ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇനി ഇൻഷുറൻസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ എന്ന്. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അലക്ഷ്യമായിട്ട് വാഹനം ഉപയോഗിക്കണം. അതായത് നിങ്ങൾക്കറിയാം ഒരു അപകടം സംഭവിക്കും, ആ അപകടം സംഭവിച്ചാൽ ഒരു നഷ്ടം വരും എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളൊരു അപകടത്തെ വരുത്തി വയ്ക്കുമ്പോൾ മാത്രമാണ് ഈ വിധി പ്രകാരം നമുക്ക് നഷ്ടം ലഭിക്കാതിരിക്കുകയുള്ളൂ. ഇത് സുപ്രീം കോടതി പറയുന്നതിന് മുമ്പ് ഇൻഷുറൻസ് തത്വങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളാരും ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇൻഷുറൻസ് തത്വങ്ങൾ എന്താണ്, ഇൻഷുറൻസിൻ്റെ നിയമങ്ങൾ എന്താണ് ഒന്നും അറിയാതെ തന്നെ ഇൻഷുറൻസ് എടുക്കാറ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കതിനുള്ള സമയമില്ല. ഒരു ഇൻഷുറൻസ് എടുക്കാൻ വന്നാലും 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എൻ്റെ പോളിസി റെഡിയായോ എന്ന് തിരക്ക് കൂട്ടുന്ന ആൾക്കാരാണ് മിക്കവാറും ആൾക്കാർ. എന്നാൽ ആ പോളിസിയിൽ എന്തെല്ലാം കവറേജ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് അത് കിട്ടാൻ പോകുന്നത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ടോ, ഇതിനെക്കുറിച്ചൊന്നും ആരും അത്ര ചിന്തിക്കാറില്ല. ഇനി അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ തന്നെ ഇൻഷുറൻസ് വിൽക്കുന്ന ആളുകൾ അത് പറഞ്ഞു കൊടുക്കാൻ അത്ര താല്പര്യപ്പെടാറുമില്ല. എപ്പോഴും ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസിനെ കുറിച്ച് വ്യക്തമായി അറിയുന്ന ഇൻഷുറൻസ് പ്രിൻസിപ്പിൾ, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, പ്രോക്സിമേറ്റ് കോസ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഇൻഷുറൻസിന്. അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി അറിയുന്ന ആളുകളിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു ക്ലെയിം വന്നാലും അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇതുപോലുള്ള വിധികളൊക്കെ കേട്ട് നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കേണ്ടി വരും.